ഗപ്പി എന്ന മനോഹരമായ സിനിമ. ടൊവിനോ തോമസ് എന്ന നായകൻ വ്യത്യസ്ത ഗെറ്റപ്പിൽ എത്തിയ ഒരു സിനിമയായിരുന്നു ഗപ്പി. നല്ല കെട്ടുറപ്പുള്ള തിരക്കഥയായിട്ടും തിയേറ്ററുകളിൽ പ്രത്യേക ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയാതെ പോയ സിനിമയാണ് ഗപ്പി. ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടറും ശ്രീനിവാസൻ്റെ ക്യാരക്ടറും അങ്ങനെ തുടങ്ങി ഗപ്പിയിൽ അഭിനയിച്ച ചെറുതും വലുതുമായ എല്ലാ ക്യാരക്ടറുകളും കാസ്റ്റിങ്ങിൽ നമ്പർ 1 ആയിരുന്നു. കഥയും തിരക്കഥയും നല്ല അടിത്തറയുള്ള കഥയും തിരക്കഥയുമായിരുന്നു. അഭിനയവും പൊളിയായിരുന്നു. സംവിധാനവും പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു. ഗപ്പിയിലെ ഓരോ സീനും ഇന്നും പ്രേക്ഷകർക്കിടയിൽ സന്തോഷിക്കാൻ പറ്റുന്ന, അവർ ആഗ്രഹിച്ച പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഓരോ സീനുകളും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. തിയേറ്ററുകളിൽ നിന്ന് 1-2 ദിവസം കൊണ്ട് പുറത്താക്കപ്പെട്ട ഗപ്പി എന്ന സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ പിന്നെ ആ സിനിമയെ ചർച്ച ചെയ്യുകയോ കാണാനിരിക്കുകയോ ചെയ്യാത്തൊരു സിനിമയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ OTT പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും ഗപ്പി റിലീസായ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സാധാരണ പ്രേക്ഷകരും അതിന് മേലെയുള്ള പ്രേക്ഷകരും ഗപ്പി എന്ന സിനിമയ്ക്ക് വിജയക്കൊടി നാട്ടി. ഓരോ പ്രേക്ഷകരും ഗപ്പി എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ അടിച്ചു. ശരിയായിരുന്നു, ഗപ്പി ഒരു മനോഹര സിനിമയായിരുന്നു. എന്തുകൊണ്ടാണ് തിയേറ്ററിൽ ഫ്ലോപ്പായത് എന്ന് ഇന്നും ഓരോ പ്രേക്ഷകനും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ കട്ട് വീഡിയോസ് ഇറങ്ങുമ്പോഴും പ്രൊമോ വീഡിയോസ് ഇറങ്ങുമ്പോഴും ഗപ്പി എന്ന സിനിമ കാണാൻ പ്രേക്ഷകർ ഒരുപാട് കൊതിച്ചിരുന്നു. OTT പ്ലാറ്റ്ഫോമിൽ റിലീസായ ഗപ്പി ഇത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. ചില സിനിമകൾ അങ്ങനെയാണ്. ആഗ്രഹിക്കുന്നതിലപ്പുറം തിയേറ്ററുകളിൽ നിന്നും കിട്ടാതെ വന്ന പോസിറ്റീവ് റിവ്യൂസും വിജയവും OTT പ്ലാറ്റ്ഫോമിലൂടെ നേടിയ മറ്റ് അനേകം സിനിമകളിൽ ഒരു സിനിമയാണ് ഗപ്പി. ഇന്നും ഗപ്പി എന്ന സിനിമ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന സിനിമയാണ്. കാരണം അതിൻ്റെ കഥയും തിരക്കഥയും കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. ചില സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പായാലും കുടുംബ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സിനിമകളായിരിക്കും. ഗപ്പി എന്ന ഈ കൊച്ചു സിനിമ കാണാത്ത സിനിമാ പ്രേമികളുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. 2-2.5 മണിക്കൂർ പ്രേക്ഷകർക്ക് തരുന്ന ഓരോ സീനും വളരെ മനോഹരമാണ്. സിനിമാറ്റോഗ്രാഫിയും സംവിധാനവും കഥയും തിരക്കഥയും അഭിനയവും അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നും മെച്ചമായി വന്ന സിനിമയാണ് ഗപ്പി. കാണാത്ത പ്രേക്ഷകർ OTT പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ ഓരോ റിവ്യൂസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. നടൻ എന്ന നിലയിൽ, നായകൻ എന്ന നിലയിൽ ഗപ്പി എന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് സിനിമകൾ ടൊവിനോ തോമസ് ചെയ്തെങ്കിലും ഗപ്പി എന്ന ആ കുഞ്ഞു സിനിമ ഇന്നും ജനങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു. കാരണം ഒരേ ഒരു നടൻ, ടൊവിനോ തോമസ്.